إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്തിൽ ഒരാൾ ചോദിച്ചു, മഹത്തായ ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയത്, ആമൻതുമില്ല, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ പ്രഖ്യാപിക്കുക. ആമൻതുമില്ല എന്ന് പറഞ്ഞതാണ്, ഞാൻ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചിരിക്കുന്നു. സുമ്മസ്തഖിം, പിന്നെ ആ വിശ്വാസത്തിൽ നീ അങ്ങനെ ഉറച്ചു നിൽക്കുക, പിടിവിടരുത്. ആ വിശ്വാസത്തിന് താല്പര്യമനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുക, വ്യവസ്ഥപ്പെടുത്തുക, നമ്മൾ പിടിവിട്ടവരും ഈമാൻ മുറുകെ പിടിക്കുക എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മസ്തഖിം, ശേഷം നീ അതിൽ ഉറച്ചു നിലകൊള്ളുക എന്ന് ഉപദേശിച്ചത്. ഇത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനം കൂടിയാണ്. റമദാനിൽ കുറച്ച് നന്മകളിൽ ഏർപ്പെടുക, പിന്നെ അത് ഉപേക്ഷ വരുത്തുക, അല്ലെങ്കിൽ തഖ്വയ്ക്ക് നേർ വിപരീതമായി. റമദാനിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് പോലും തോന്നാത്ത വിധം ഭയഭക്തിക്ക് നേർ വിപരീതം പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. നേരത്തെ സൂചിപ്പിച്ചു, റമദാനിൽ ആരാധനകൾ കൂടുതലായിരിക്കും, അത് ശരിയാണ്. പക്ഷേ റമദാനിൽ തിന്മകൾ ചെയ്തിട്ടില്ല, റമദാൻ അല്ലാത്ത മാസത്തിൽ ഹറാമുകളിൽ തിന്മകൾ വീഴാം എന്നത് ഒരിക്കലും നമുക്ക് അനുഭവപ്പെടില്ല. അത് റമദാനിൽ ഹറാമാണെങ്കിൽ വർഷം ഒഴിക്കെ ഹറാമില്ല. റമദാനിൽ ഫർദായ കാര്യങ്ങൾ, അത് നോമ്പൊഴികയുള്ള നിസ്കാരം പോലെയുള്ള കാര്യങ്ങൾ, ബാധ്യതകൾ, അത് റമദാൻ അല്ലാത്തപ്പോഴും നമുക്ക് ഫർദ് തന്നെയാണ്, അത് ഒഴിവാക്കാൻ ഒരു വകുപ്പുമില്ല. അത് നമുക്കിനുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് ഫസ്തഖിം കമാ ഉമിർത, എപ്രകാരമാണോ താങ്കൾ കൽപ്പിക്കപ്പെട്ടത്, അല്ലാഹുവിന്റെ കൽപ്പനയുള്ളത് അതുപോലെ ഇസ്തിഖാമത്തിൽ നിലകൊള്ളുക, ഉറച്ചു നിൽക്കുക, വിടരുത്. വമൻ താബ മഅക, നബിയെ നിങ്ങളോടൊപ്പം പശ്ചാത്തലിച്ച് ഈ ദീനിൽ പ്രവേശിച്ച ആളുകളും ഇതാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ദീനിനെ കൈവിട്ട് കളയരുത്. വലാ തത്ഗൂ, അതിര് വിട്ട പ്രവർത്തനങ്ങൾ അരുത്. അല്ലാഹുവിന്റെ ഉപദേശമാണ് നമ്മളോട്. ഇന്നഹു ബിമാ തഅമലൂന ബസീർ, തീർച്ചയായും നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ അല്ലാഹു കാണുന്നുണ്ട്, അവൻ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു ബോധം പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ ചിന്തയിൽ എപ്പോഴും ഉണ്ടാകണം. അല്ലാഹു നമ്മളെ കാണുന്നുണ്ട്, അല്ലാഹു നമ്മളെ അറിയുന്നുണ്ട്. നമ്മുടെ വിചാരങ്ങളും നമ്മുടെ നോട്ടങ്ങളും നമ്മുടെ കാഴ്ചയും കേൾവിയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിരീക്ഷണത്തിലാണ്. അതിൽ നമുക്ക് ഒഴിവായ ഒരു നിമിഷം പോലുമില്ല. അത് നമ്മൾ കൃത്യമായി ബോധമുണ്ടാകണം. അങ്ങനെ ദീനിലൊരു തുടർച്ച, ഇസ്തിഖാമത്ത്, അത് പിടിപെടാതെ ഈമാനിലും നന്മയിലും നിലകൊള്ളുന്ന ആളുകൾക്കാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അവരുടെ മരണനേരം മലക്കുകൾ വരും. മനുഷ്യനെ മരിപ്പിക്കുന്നത് മലക്കുകളാണല്ലോ. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ യതവഫാകും മലക്കുൽ മൗത്തി അല്ലദീ മുക്കില ബികും, നിങ്ങളുടെ റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളാണ് അത് മരിപ്പിക്കുക. ആ മലക്കുകൾ വരുമ്പോൾ സന്തോഷ വാർത്തയുമായിട്ട് വരും. ആർക്ക്? മരണം വരെയും ഇസ്തിഖാമത്തോടു കൂടി നിലകൊണ്ടവർ, ദീനിൽ നേരെ ചൊവ്വേ നിലകൊണ്ടാവരുത്. അത് റമദാനിന് മാത്രമല്ല, മരണം വരെ. ആ സമയത്ത് മരണത്തിന്റെ നേരത്ത് മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി സന്തോഷ വാർത്ത അറിയിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ കാണാം. അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും സുമ്മസ്തഖാമു, എന്നില്ല പ്രഖ്യാപനം കൊണ്ട് അവിടെ കഴിയുന്നില്ല, മറിച്ച് ആ പ്രഖ്യാപനത്തിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തി ഉറച്ച് നിലകൊണ്ട ആളുകൾ, അവരുടെ പ്രത്യേകത തതനസ്സലു അലൈഹിമുൽ മലായിക, മരണസമയത്ത് അവരുടെ അടുക്കൽ മലക്കുകൾ ഹാജരാകും. റൂഹ് പിടിക്കാൻ മലക്കുണ്ട്, സഹായികളായി മലക്കുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാം. ഒരു മലക്കല്ല അവിടെ ഹാജരാകില്ല, ധാരാളം മലക്കുകൾ ഉണ്ടാകും. അതാണ് തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവിടെ അവരിലേക്ക് ഇറങ്ങും റൂഹ് പിടിക്കാൻ നേരത്ത്. എന്നിട്ട് അവരോട് പറയും, അല്ലാ തഖാഫു, പേടിക്കരുത്. ഒരു സന്തോഷ വാർത്തയാണ്, പേടിക്കേണ്ടതില്ല. അല്ലാ തഖാഫു വലാ തഹ്സനു, ദുഃഖിക്കുന്നില്ല. മരിച്ചുപോയാലും പിന്നെ എൻ്റെ കുടുംബം എന്താകും, എൻ്റെ ബിസിനസ് എന്താകും, എൻ്റെ ചെറിയ മക്കളുടെ കാര്യം എന്താകും, വയസ്സായ എൻ്റെ വാപ്പനെ ആര് നോക്കും, ഒന്നും പേടിക്കണ്ട, ദുഃഖിക്കണ്ട. അതൊക്കെ അല്ലാഹു തആല ഏറ്റെടുക്കും, അതിന് പകരക്കാരൻ നൽകും. അതാണ് ഈ ഒരു ആയത്ത് നമ്മൾ അറിയിക്കുന്നത്. അല്ല തഖാഫു വലാ തഹ്സനു, പേടിക്കണ്ട, ദുഃഖിക്കണ്ട.
വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗ്ഗമുണ്ടെന്ന് സന്തോഷിച്ചുകൊള്ളുക. അല്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തുകൊണ്ടിരുന്ന ഖുർആനിലൂടെ പ്രവാചക തിരുമേനിയുടെ അധരങ്ങളിലൂടെ നമ്മൾ കേട്ടാണ് പരലോകമുണ്ട്, സ്വർഗമുണ്ട്. ആ സ്വർഗം ഉണ്ടെന്ന് നിങ്ങൾ സന്തോഷിച്ചു. ഇത് മലക്കുകൾ ഇറങ്ങി അത്തരക്കാരുടെ അടുക്കിലേക്ക് ഒന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും കിട്ടുന്നതല്ല. ഇസ്തിഖാമത്തുള്ളവർക്ക്, ദീനിൽ സ്ഥിരതയോടെ നിലകൊണ്ട ആളുകൾക്ക് കിട്ടുന്നൊരു ഭാഗ്യം. അല്ലാഹു നമുക്കെല്ലാം ഇസ്തിഖാമത്ത് പ്രദാനം ചെയ്യട്ടെ. എത്രയും ആളുകൾ നല്ല അവസ്ഥയിലുണ്ടായിരുന്നു, പെട്ടെന്ന് സാഹചര്യങ്ങൾക്ക് അടിപ്പെട്ട് തെറ്റുകളിലേക്ക് പോകുന്നവർ, അല്ലെങ്കിൽ അള്ളാഹു കൽപ്പിച്ച നന്മകൾ, ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ ഒഴിവാക്കി തന്നിഷ്ടങ്ങളുടെ പിന്നാലെ പോകുന്ന ആളുകൾ, പെട്ടെന്നാണ് സാഹചര്യങ്ങൾ മാറിക്കൊള്ളില്ല. നമ്മൾ കുറച്ച് നാൾ മുമ്പ് കണ്ട ആളുകളായിരിക്കും നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു. ചില ചെറുപ്പക്കാരൊക്കെ നമ്മളെ കാണുമ്പോൾ വളരെ ആദരവോടെ സംസാരിച്ചിരുന്ന, നമ്മൾ സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾ കുറച്ചു കാലം കഴിയുമ്പോൾ അവരുടെ സംസാരവും പെരുമാറ്റമൊക്കെ മാറണം. ചിലപ്പോൾ ക്യാമ്പസ് വിട്ട് മറ്റൊരു ക്യാമ്പസിൽ പോയതിനു ശേഷമായിരിക്കാം ചെറുപ്പക്കാർ. യുവാക്കളാണെങ്കിൽ ചില പ്രത്യേക ആളുകളുമായിട്ട് കൂട്ടുകൂടിയതിനു ശേഷമായിരിക്കാം. പെട്ടെന്ന് മാറണം, അവരുടെ കൾച്ചറിനാകെ മാറണം. കുറച്ചു കാലം മുമ്പ് കണ്ട വ്യക്തി അല്ലല്ലോ ഇതെന്ന് നമുക്ക് തോന്നിപ്പോകും. ഇതിന് പെരുമാറ്റമാണ്. മനസ്സൊരിക്കലും നമുക്ക് അടുക്കാൻ കഴിയില്ല ചില ആളുകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഷഹവാത്തുകളും ശുബ്ഹാത്തുകളും, മനുഷ്യന്റെ ഇച്ഛകൾ, മോഹങ്ങളും, അതുപോലെ മതവിഷയത്തിൽ നമ്മുടെ ആദർശത്തിൽ ആളുകൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കി. അതാണ് ശുബ്ഹാത്തുകൾ. നിങ്ങളെ ദീൻ എങ്ങനെയാണ്, നിങ്ങളെ ദീൻ ഇങ്ങനെയാണ്, ജിഹാദിസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വശത്തോടെ യുക്തിവാദികളും ഫാസിസ്റ്റുകളും ഒക്കെ ഇങ്ങനെ പല രൂപത്തിൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ദീനിൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കി തരുന്ന ഇത് ഞാൻ കേട്ടിട്ടില്ലല്ലോ, ഇങ്ങനെയുണ്ടോ മതത്തിൽ, ഇങ്ങനെയായിരിക്കും പല ആളുകൾ ചിന്തിക്കാം. അതിന്റെ വസ്തുത മറ്റൊന്നായിരിക്കാം, തെറ്റായ മഫഹൂമായിരിക്കും. ഇങ്ങനെയൊക്കെ സംശയങ്ങളും ഒപ്പം മനുഷ്യന്റെ ഇച്ഛകൾ, ആഗ്രഹങ്ങളാണ്. പെണ്ണിനോട്, പണത്തോട്, അധികാരത്തോട്, അതാണ് ഷഹവാത്തുകൾ. മനുഷ്യന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, ദുർമോഹങ്ങളെയാണ് ഷഹവാത്തുകൾ എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ നശിക്കാൻ ഈ രണ്ട് കാരണങ്ങളാണ്. അവന്റെ ദുരാഗ്രഹങ്ങൾ, മോഹങ്ങളും, ആദർശത്തിൽ വരുന്ന തെറ്റായ വിശ്വാസങ്ങളും, ശുബ്ഹത്തുകൾ, പിഴച്ച വിശ്വാസങ്ങൾ, തന്നിഷ്ടത്തിന് അടിപ്പെടുക. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മനുഷ്യൻ നശിക്കും. ഈ രണ്ടിൽ നിന്നും രക്ഷപ്പെടേണ്ടതുണ്ട്. അങ്ങനെ രക്ഷപ്പെട്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് ഇസ്തിഖാമത്ത് ഉണ്ടാവുക. നീ നമ്മൾ സ്ഥിരപ്പെട്ടു എന്ന് പറയാൻ കഴിയും. അങ്ങനെ ദീനിൽ ഉറച്ചു നിൽക്കാൻ ചില മാർഗങ്ങൾ, ഏതാണ് ചില മാർഗങ്ങൾ നമ്മൾ സൂചിപ്പിക്കാം. അതിൽ പ്രധാനമായി ഒന്ന്, അള്ളാഹുവിന്റെ കലാം, വിശുദ്ധ ഖുർആൻ, അത് ഓതുക, അതിന്റെ വചനങ്ങൾ കേട്ട് ഗ്രഹിക്കുക, ആശയം പഠിക്കുക. ഇതിന് നമുക്കൊരു തുടർച്ച ഉണ്ടാകും. റമളാനിലെ ഖുർആനിന്റെ ഫളായിലുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഖുർആൻ ഓതുന്നതിന്റെ മഹത്വം പറഞ്ഞു, പഠിക്കുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞു. റമളാനിൽ പലരും ഓതിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് നിർത്തരുത്. നമുക്ക് ഇസ്തിഖാമത്ത് കിട്ടണോ ഖുർആനുമായി നിരന്തരം ഒരു ബന്ധം വേണം. നമ്മുടെ ജീവിതത്തിലെ തിരക്ക് പിടിച്ച സമയമെങ്കിലും കുറച്ചു നേരം അള്ളാഹുവിന്റെ കിതാബ്, ഒരായത്തെങ്കിലും പഠിക്കാൻ, അതിന്റെ അർത്ഥം അറിയാൻ, അതിന്റെ ആശയം അറിയാൻ നമ്മൾ ശ്രമിക്കണം. നീ പറഞ്ഞതുപോലെ പ്രസംഗിക്കുന്ന ആളുകൾക്ക്, ഉസ്താദുമാർക്ക്, മുസ്ലിയാക്കന്മാർക്ക് മാത്രമുള്ളതല്ല. നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ കിതാബ് പഠിക്കണം. അന്ന് ഒരു വചനം, ഒരായത്തെങ്കിലും ഒരായത്ത്, അത് കേട്ട് പഠിച്ച് അതിന്റെ ആശയവുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കണം. അത് നമുക്ക് ഇസ്തിഖാമത്ത് തരും. ഖുർആനിനേക്കാൾ മികച്ച ഒന്നുമില്ല. ഒരു മനുഷ്യന് മനസ്സിന് ഉറപ്പ് നൽകുന്ന, അവന്റെ ആശയത്തെ, ചിന്തകളെ ശരിപ്പെടുത്തുന്ന ഖുർആനിനേക്കാൾ മികച്ച ഒരു വചനവുമില്ല. നമുക്ക് വേറെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ കഴിയില്ല. മാനസികമായ പ്രശ്നം എന്തുണ്ടെങ്കിലും അള്ളാന്റെ കലാമൊക്കെ എപ്പോഴും പഠിച്ചോളൂ, പ്രശ്നങ്ങൾ പരിഹരിക്കും. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാണ്. അതല്ല, അവരുടെ ഹൃദയങ്ങളിൽ വല്ല കൂട്ടുന്നുണ്ടോ എന്നാണ്. ഖുർആന്റെ വചനങ്ങൾ ചിന്തിക്കാനുള്ളതാണ്, മനുഷ്യന്റെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്നതാണ്, വളർത്തുന്നതാണ്. അതുകൊണ്ട് ഇസ്തിഖാമത്ത് വേണോ, നമുക്ക് സത്യത്തിൽ ഉറച്ചു നിൽക്കണം. ഏറ്റവും അസ്ദഖായ, സത്യസന്ധമായ വചനം നമ്മൾ കേൾക്കണം. ഖുർആനിനേക്കാൾ സത്യസന്ധമായ വചനം നമുക്കില്ല. അത് നമ്മൾ കേട്ട് പഠിക്കും. അതിങ്ങനെ ഓതുമ്പോൾ നമുക്ക് ഈമാൻ വർദ്ധിക്കുമെന്നാണല്ലോ. ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ഈമാൻ കൂടുമെന്നാണ് വിശ്വാസികൾക്ക്. അത് കൂടുതൽ നമ്മൾ പഠിക്കണം, അർത്ഥം അറിയാൻ വേണ്ടി ശ്രമിക്കണം. രണ്ടാമത്തേത്, നമുക്ക് ദീനിൽ ഇസ്തിഖാമത്ത് കിട്ടാൻ, നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ, ചെയ്ത നന്മകൾ തുടരാൻ നമ്മുടെ കൂട്ടുകെട്ട് നന്നാക്കണം. സജ്ജന സഹവാസം, ഇത് വളരെ പ്രാധാന്യം നൽകുന്നതാണ്.
ചെറിയ വിഷയമല്ല. അൽ മർഉ അലാ ദീനി ഖലീലിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഓരോ വ്യക്തിയും തന്റെ സുഹൃത്തിന്റെ നിലപാടിലായിരിക്കും, ആദർശത്തിലായിരിക്കും. കൂടെ കൊണ്ടുനടക്കുന്ന ആരാണെന്ന് നോക്കിയാൽ മതി. എപ്പോഴും ഉറ്റ തോഴനായി ഉറ്റ തോഴിയായി നമ്മൾ കൊണ്ടുനടക്കുന്ന ആരാണ്, സ്വാഭാവികമായും അത് നമ്മളെ ബാധിക്കും. സുഹൃത്തുക്കൾ ചെറുതല്ലാത്ത അനൽപമായ സ്വാധീനം നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ചെലുത്തും. നമ്മൾ പിശുക്കന്മാരെ കൂടെ നോക്കി നമ്മളും പിശുക്കന്മാരായി പോകും. ധൂർത്തന്മാരോടെ നോക്കി നമ്മളും ധൂർത്തന്മാരാണ്. പോകുമ്പോഴൊക്കെ പൈസ വാരിക്കോരി അറിയുന്ന കുറെ ആളുകളോട് നോക്കി നമ്മളെ പോക്കറ്റിൽ ഒന്നുമില്ലെങ്കിൽ നമ്മൾ എടുക്കാൻ ധൂർത്തനാകാൻ ശ്രമിക്കും. പിശുക്കന്റെ കൂടെ നടന്നാൽ പിന്നെ ഇളവില്ല. അങ്ങനെയുണ്ട്. അപ്പൊ നല്ല മനുഷ്യന്മാരോട് നടന്നാൽ സ്വഭാവം നന്നാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. വിശ്വാസത്തിൽ കേടുവന്ന് ദുഷിച്ചവരോട് ദുർനടപ്പുകാരോട് നമ്മൾ കൂട്ടുകൂടിയാൽ തീർച്ചയായും അത് നമുക്ക് ബാധിക്കും. ഇത് നമ്മളെ പഠിപ്പിച്ചത് നബിയുള്ള മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നല്ല ആളുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായ ഉപമ ഇന്നമ മസലുൽ ജലീസി സ്വാലിഹ്, ഒരു നല്ല സുഹൃത്തിന്റെ ഉപമ. അതുപോലെ തന്നെ ജലീസി സൂ, ഒരു ദുഷിച്ച കൂട്ടുകാരന്റെയും ഉപമ. അതിൽ നല്ല കൂട്ടുകാരന്റെ ഉപമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഹാമിലിൽ മിസ്ക്, സുഗന്ധം കൊണ്ടുനടക്കുന്നവനെ പോലെയാണ്. ഈ സുഗന്ധം വിൽക്കുന്നവനാണ് എന്ന് സങ്കല്പിക്കാം. നല്ല കസ്തൂരി, ഏറ്റവും വില പിടിച്ച സുഗന്ധം കൊണ്ട് നടക്കുന്നവന്റെ ഉപമയാണ് നല്ല കൂട്ടുകാരൻ. ദുഷിച്ച കൂട്ടുകാരൻ നാഫിഉൽ കീർ എന്നാണ്. നാഫിഉൽ കീറിന്റെ പ്രത്യേകത ഇരുമ്പ് ഒലയിലിട്ട് പഴിപ്പിച്ച് ഇങ്ങനെ ആയുധം നിർമ്മിക്കുന്ന ആളാണ്. കൊല്ലപ്പണിക്കാരനാണ് നാഫിഉൽ കീർ, കൊല്ലപ്പണിക്കാരൻ. നമുക്കറിയാം, ആയുധങ്ങൾ ഉണ്ടാക്കാൻ അവന് ഇരുമ്പ് കനലിലിട്ട് അത് പഴിപ്പിച്ചെടുത്ത് അത് അടിച്ച് പാകപ്പെടുത്തി അത് തേച്ച് നീക്കി മൂർച്ച കൂട്ടി, ഇതാണ് ഇരുമ്പ് പണിക്കാരൻ. ഇവരെ രണ്ടുപേരാണ് ഉപമിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കസ്തൂരി വാഹകന്റെ പ്രത്യേകത ഇമ്മായിയുഹദിയ, ഒന്നിൽ അവൻ കുറച്ച് സുഹൃത്തല്ലേ എന്ന് കരുതി അല്പ സുഗന്ധം ഇങ്ങനൊക്കെ കയ്യിൽ തരും, നമുക്കൊന്ന് പുരട്ടാൻ തരും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പൈസ കൊടുത്താലെങ്കിൽ അവന് സുഗന്ധമാണ് കിട്ടണത്. പൈസ കൊടുത്താലേ കിട്ടണത് കസ്തൂരിയാണ്. ഇനി അതുമല്ലെങ്കിൽ ഒപ്പം നടക്കുമ്പോൾ അവന്റെ കുപ്പായത്തിലടിച്ചിട്ട് ആ മണം, നല്ല മണം ആസ്വദിച്ച് നടക്കണം. ഇതിനേക്കാൾ വലിയ ഉപമയില്ല നല്ല കൂട്ടുകാരൻ. ഒന്നിൽ അവൻ കുറച്ച് തരും, ഇല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടെങ്കിലും വാങ്ങാം, ഇല്ലെങ്കിൽ ഒപ്പം നടന്നിട്ട് ആ മണമെങ്കിലും നമുക്ക് ആസ്വദിക്കാം. ഇതാണ് നല്ല കൂട്ടുകാരൻ. ഇതിനേക്കാൾ മനോഹരമായ ഉപമ എന്നാൽ കൊല്ലപ്പണിക്കാരന്റെ ഉപമ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാഫിഉൽ കീർ ഇമ്മാ അൻ യുഹ്രിഖ സിയാബക, അടുത്ത് പോയിരുന്ന നല്ല ഉടുപ്പിട്ട് പോയിരുന്നാൽ അവൻ ഊതുമ്പോൾ തീപ്പൊരു പറക്കും. അതൊന്ന് നമ്മുടെ വസ്ത്രത്തിൽ ഇങ്ങനെ ഓട്ട വീഴും. അത് നമ്മളെ വസ്ത്രത്തെ കത്തിച്ച് കളയും. ചിലപ്പോൾ മുഖത്തൊക്കെ വീണാൽ കരിയും പുകയും തീയൊക്കെ നമ്മുടെ ദേഹത്താവും. അത് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുമല്ലെങ്കിൽ ഇമ്മാ അൻ തജിദ റീഹൻ ഖബീസ, ഒരു ദുർഗന്ധമായി ഇരുമ്പൊരുക്കുമ്പോൾ ഒരു ദുർഗന്ധമാണ്. അതിന്റെ പുകയും മനുഷ്യന് അത്ര സുഖമില്ലാത്തൊരു, അത് ഇരുമ്പ് പണിക്കാരിൽ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് ആ വാസന അറിയില്ല. പുതിയൊരാൾ അവിടെ പോയിരിക്കുമ്പോൾ ഇരുമ്പ് ഉരുകുന്നതിന്റെ, അത് അടിക്കുന്നതിന്റെ ഒരു മണം നല്ല മണമല്ല. ഇതാണ് ദുഷിച്ച കൂട്ടുകാരന്റെ ഉപമ. അപ്പൊ മനുഷ്യൻ ഇസ്തിഖാമത്തിൽ നിന്ന് തെറ്റുന്നത് ഇത്തരം കൊല്ലപ്പണിക്കാരന്റെ കൂടെ കൂടുമ്പോഴാണ്. അവന്റെ വിശ്വാസം പോക്കാണ്, അവന്റെ കർമ്മം പോക്കാണ്, അവന്റെ സംസാരത്തിൽ നിന്ന് വരുന്നത് തെറ്റായ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ സ്ത്രീ വർണ്ണനയായിരിക്കും, അല്ലെങ്കിൽ ലഹരിയോടുള്ള ആസക്തിയായിരിക്കും, ഇല്ലെങ്കിൽ പണം എങ്ങനെയെങ്കിലും സമ്പാദിക്കണം, അത് ഹറാമായതൊന്നും പ്രശ്നമില്ല. ഈ കാലഘട്ടത്തിൽ അതൊക്കെ നോക്കിയാൽ നടക്കുമോ? സുഹൃത്ത് ഇങ്ങനെ കുറച്ച് നല്ലൊരു മനുഷ്യന്റെ കൂടെ ഒഴുകി കൊടുക്കണം. ഈ കാലത്തൊക്കെ ഇത് നോക്കിയാൽ ജീവിക്കാൻ പറ്റൂടെ? അപ്പം നിങ്ങൾ ഒരു ഹറാമിനെ ഹലാലാക്കി കൊടുക്കും, നല്ല രൂപത്തിലാക്കി കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഒരല്പം ചാഞ്ചാടി നിൽക്കുന്ന മനസ്സുകളൊക്കെ തെറ്റാണെന്ന് അറിയാം. എന്നാൽ സുഹൃത്തിന്റെ കൂടെ കൂടി ചിലപ്പോൾ ഒന്നാമത്തെ ദിവസം ചെയ്യുക, രണ്ടാമത്തെ ദിവസം ചെയ്യുക. ആ കൂട്ടുകെട്ടിന്റെ നൈരന്തര്യം അവനെ കൊണ്ട് ആ ഹറാമിനുള്ളൂ, അവനെ തിന്മയുടെ വക്താവാക്കി തീർക്കും. അതുകൊണ്ടാണ് വലിയ മുന്നറിയിപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. കൂട്ടുകാർ വളരെ പ്രധാനം. അത് ചെറിയവരോട് മാത്രം ഉപദേശിച്ചു കൊടുക്കാനുള്ള കാര്യമല്ല. പറയും, മക്കളെ നല്ല കൂട്ടുകൂടനെ നിങ്ങൾ കൊച്ചുകുട്ടികളോട് പറഞ്ഞിട്ട് കാര്യം ശരിയാണ്. വലിയവരും ശ്രദ്ധിക്കണം, മുതിർന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് ചെറിയ പിള്ളേർക്കുള്ള ഉപദേശമല്ല, അവർക്ക് മാത്രമുള്ള ഉപദേശമല്ല. ചെറിയവരും മുതിർന്നവരും അവരുടെ ജലീസ്, തന്റെ സതീർത്ഥ്യം, കൂടെ നടക്കുന്ന ആൾ ആരാകണം നമ്മൾ തീരുമാനിക്കണം. എപ്പോഴും അധർമ്മകാരികളും അവിശ്വാസികളുമായിട്ടൊക്കെയാണ് നമുക്ക് പലരുമായിട്ട് പല കോണ്ടാക്റ്റും, കച്ചവട രംഗത്തൊക്കെ നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും, സാഹസിക്കേണ്ടി വരും. പക്ഷെ നമ്മുടെ ആത്മസുഹൃത്തുക്കൾ
അത് വിശ്വാസികൾ മാത്രമാണ്. ഇന്നമ വലിയുക്കും അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു. നിങ്ങളുടെ യഥാർത്ഥ ആത്മമിത്രമാണ് അള്ളാഹും റസൂലും സത്യവിശ്വാസികളുമാണ്. അല്ലാഹു തആല നമ്മുടെ ഉപദേശമാണ്. കൊണ്ടടക്കാൻ പറ്റിയ മുറ്റത്തോടെ അത് മുഅ്മിൻ. അവിശ്വാസിയല്ല, വിദഗ്ധകാരനുമല്ല, അവർ നമ്മൾ ആത്മമിത്രങ്ങളല്ല. എന്നാൽ അവരോട് നല്ല രൂപത്തിൽ നമ്മുടെ ഇങ്ങോട്ട് നന്മകൾ കൊടുക്കാൻ, നല്ല ഇങ്ങോട്ടെടുക്കാൻ പാടില്ല. അത് സൂക്ഷിക്കേണ്ടതാണ്. അത് നാഫിഖുൽ കീറാണ്, കൊല്ലപ്പണിക്കാരനാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അയൽപ്പക്കം, ചിലപ്പോൾ അയൽപ്പക്കമായിരിക്കും, അയൽവാസികളോട് നന്നായി പെരുമാറണം. പക്ഷേ സ്ത്രീകളൊക്കെ അപ്പുറത്തെ വീട്ടിൽ പോയിരുന്ന് ഗീബത്ത് പറയുന്ന ആളുകളോട് കൂടിയാൽ അതിന് ഗീബത്തുകാരായി മാറും. ഹറാമിന്റെ ആളുകളുമായി സഹവസിച്ചാൽ ഹറാമിന് നമുക്ക് പ്രോത്സാഹനം തരും. ഒന്നുമില്ലെങ്കിൽ ആ ഹറാമിനെ നിസ്സാരവൽക്കരിക്കുന്ന കാരണമാണ്. നമ്മളിനി ഹറാമ് ചെയ്തില്ല എന്ന് വിചാരിച്ചു, ഒരു വലിയ തെറ്റാണ് ചെയ്യുന്നത്, പക്ഷെ മനസ്സിൽ ഗൗരവം പോലും പോകും. ഒരു തെറ്റിന്റെ ഗൗരവം പറയാൻ തന്നെ എത്ര വലിയൊരു അപകടമാണ്. അത് നമ്മുടെ കുടുംബത്തിൽ വേറെ ചെറിയ ആളുകൾ കാണുന്നുണ്ടാവും, അവരത് വലിയ ഗൗരവത്തിലെടുക്കില്ല. അതിനൊക്കെ ചെറിയ വിഷയം. പിന്നെ ഭാവിയിലൊരു തലമുറ ഹറാമിലേക്കൊക്കെ പോകാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സുഹൃത്ത് ബന്ധമൊക്കെ നന്നാക്കണം എന്ന് പറയുന്നത്. മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കാനുള്ള ഇസ്തിഖാമത്ത് കിട്ടാൻ അള്ളാഹുവിന്റെ നിയമങ്ങൾ ആത്മാർത്ഥമായി നമ്മൾ കാത്തു സൂക്ഷിക്കുക. അതാണ് മൂന്നാമത് പറയുന്നത്. സത്യസന്ധത ഉണ്ടാകണം, നിയമങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്. അള്ളാഹു തആല പറഞ്ഞു, അള്ളാഹിനെ കാത്തു അവന്റെ നിയമങ്ങളെ കാത്തു സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. അതിലൊരു സിദ്ഖ്, സത്യസന്ധത നമുക്ക് ഉണ്ടാവുക. എന്റെ റബ്ബിന്റെ നിയമമാണ്, അതെനിക്ക് ലംഘിക്കാൻ പാടില്ല എന്നുള്ളൊരു ബോധം. നാലാമതായി അള്ളാഹുവിനെ ധാരാളം ദിക്ർ ചെയ്യുക, ധാരാളം സ്മരിക്കുക. അള്ളാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ. മുഅ്മിനീങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളം ദിക്ർ എടുക്കണം. ദിക്ർ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പറയുന്ന ദിക്റുണ്ട്, കൽബ് കൊണ്ട് ദിക്റുണ്ട്, അവയവങ്ങൾ കൊണ്ടെല്ലാം ചെയ്യുന്ന ദിക്ർ തന്നെയാണ്. അപ്പോൾ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുക. പ്രത്യേകിച്ച് ദിക്റായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളുമുണ്ട്. നമസ്കാരത്തിന് ശേഷം, പ്രഭാതത്തിൽ പ്രദോഷത്തിൽ, ഉറങ്ങുന്നതിന് മുമ്പ്, വാഹനത്തിൽ കയറുമ്പോൾ, വീട്ടിൽ കയറുമ്പോൾ, വീട്ടിൽ നിന്ന് യാത്ര പോകുമ്പോൾ ദിക്റുകൾ ശീലമാക്കുക. അത് നമ്മൾ ഒഴിവാക്കരുത്. അല്ലാഹു തആല പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ടാണ് ഹൃദയങ്ങൾക്ക് സമാധാനം, ശാന്തി കൈവരുന്നത്. ഇസ്തിഖാമത്ത് കിട്ടണമെങ്കിൽ, ഈമാനിൽ ഒരു ഉറപ്പ്, സമാധാനത്തോടെ ഈമാനിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണ വേണം. അള്ളാഹിനെ ഓർക്കുന്നവനും ഓർക്കാത്തവന്റെയും ഉപമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു കമസലിൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹിനെ ഓർക്കുന്നവന്റെ ഉപമ ജീവിച്ചവന്റെ പോലെയാണ്, അവൻ ജീവിക്കുന്നവനാണ്. അള്ളാഹിനെ ദിക്ർ എടുക്കാത്തതിന്റെ ഉപമ മയ്യിത്ത് പോലെയാണ്, ജഡം. കാരണം ബാഹ്യ ശരീരത്തിനല്ല റൂഹ്, ആത്മാവിന് തന്നെ ആത്മജീവൻ നിലനിൽക്കണം. ഈമാൻ, വിശ്വാസം, വഹി, അത് ദിക്റിലൂടെ അത് ഒഴിവാക്കാൻ പാടില്ല. അഞ്ചാമതായി പ്രാർത്ഥനയാണ്. ആത്മാർത്ഥമായ ദുആ നമ്മൾ ഉണ്ടാകണം. ഇസ്തിഖാമത്ത് കിട്ടാൻ എപ്പോഴാണോ തെറ്റിപ്പോകാം, മനുഷ്യ മനസ്സാണ്. അതുകൊണ്ട് ദുആ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിരുന്നത് പ്രാർത്ഥനകളായി ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവരെ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ, ആദർശത്തിൽ ഉറപ്പിച്ചു നിർത്തണേ എന്നാണ്. തെറ്റിപ്പോകരുത്. എന്താ, മനുഷ്യ മനസ്സ് എപ്പോ വേണോ ചാഞ്ചാടാം, വഴുതിപ്പോകാം, എപ്പോഴാണ് മാറുക എന്ന് പറയാൻ കഴിയില്ല. ചിലർ ഉറച്ച തീരുമാനമാണ്, എല്ലാം വെച്ച് കെട്ടി നിർത്തി എന്നൊക്കെ പറഞ്ഞ് തീരുമാനം എടുക്കും. പക്ഷെ ഹവ എപ്പോഴാണ് പിടിപെടുക എന്ന് പറയാൻ പറ്റില്ല. അതൊന്നും വേണ്ട, ഇനി പലിശയുമായിട്ടൊരു ബന്ധമില്ല എന്ന് ചിലർ തീരുമാനിക്കും. പെട്ടെന്ന് അത് ഒരു സാഹചര്യം, കുറച്ച് പൈസയുടെ ആവശ്യം, നേരെ പോകും പലിശയുമായിട്ട്. ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ ലഹരിയും മറ്റു തിന്മകളൊക്കെ ഉപേക്ഷിച്ചെന്ന് വിചാരിക്കും. ഇപ്പൊ കാണാൻ തന്റെ സുഹൃത്തിന്റെ ഒരു കോൾ. അപ്പൊ അതിന് നമ്മൾ വശമത ആകാൻ പാടില്ല. അപ്പൊ ആകർഷണത്തിൽ അത് സബാത്ത് കിട്ടണമെങ്കിൽ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാഹു ഇതിൽ ഉറപ്പിച്ച് നടത്തണേ. ഇത്തരം ആളുകളുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ കാക്കണേ. എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിക്കണം എന്ന പ്രാർത്ഥന നിരന്തരം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇപ്പൊ വേണോ മാറി മറിയണം. അതാണ് കൽബ് എന്ന് പറഞ്ഞാൽ തന്നെ മാറി മറിയുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അറബി ഭാഷയിൽ ഖലബ യഖലിബു എന്ന് പറഞ്ഞാൽ മാറി മറിയുന്നത് എന്നാണ്, മാറ്റി മറിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. കൽബ് എന്ന് പറഞ്ഞാൽ ഒരേ അവസ്ഥയായിരിക്കില്ല. സന്തോഷം, ദുഃഖം, ഈമാൻ, കുഫർ, നിഫാഖ്, തഖ്വ, ഇതൊക്കെ ഹൃദയത്തിൽ മാറി മാറി വരും. അപ്പൊ അത് തഖ്വയിലും ഈമാനിലും നിലനിർത്തണമെങ്കിൽ റബ്ബ് നമ്മളെ സഹായിക്കും. നമ്മൾ ആ പ്രാർത്ഥന നമ്മൾ നിലനിർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഇസ്തിഖാമത്ത് പ്രദാനം ചെയ്യുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
സല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അല്ലാഹുവിനെ സൂക്ഷിച്ചു ഭയന്ന് ജീവിക്കണമെന്ന് ഒരാവർത്തി കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ ഒരു കാലഘട്ടം എന്നുള്ളത് ഒരുപാട് പരീക്ഷണങ്ങൾ നിൽക്കുന്നൊരു കാലമാണ്. അതങ്ങനെ സംഭവിക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പ്രവചിച്ചതാണ്. കാലം അവസാനത്തിലേക്ക് അടുക്കും തോറും പലവിധങ്ങളായ കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെടും. പക്ഷെ അത് തിരിച്ചറിയുന്നവർ പ്രവാചക അധ്യാപനവും അതുപോലൊക്കെ ഉള്ളവർക്ക് അത് മനസ്സിലാക്കാം. കുഴപ്പം പിടിച്ച സമയമാണ്, സൂക്ഷിച്ചേ പറ്റും. ഇതൊന്നും അറിയാത്തവർ, ഒരു ഐഡിയ ഇല്ലാത്തവർ കുഴപ്പം എന്താണെന്ന് ഒരു മനസ്സിലാക്കുക. കുഴപ്പത്തിലായിരിക്കും, പക്ഷെ അതിനറിയില്ല ഇത് കുഴപ്പമാണ്, ഇത് ഫിത്തനയാണോ. ആ ഫിത്തനയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ടാവും. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഫിത്തനയുടെ കാലഘട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇസ്തിഖാമത്തുണ്ടാകാൻ ആ കാരണങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ചില ഖുർആൻ ഓതുക, നല്ല സഹവാസം സ്വീകരിക്കുക, പ്രാർത്ഥിക്കുക, എങ്ങനെ അള്ളാന്റെ ദിക്ർ നടത്തുക, നമ്മൾ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക. അതിലൂടെ ഇസ്തിഖാമത്ത് കിട്ടും. പിന്നെ ചിലർ ചിന്തിക്കുക, നമ്മളൊക്കെ സത്യവാദത്തിന്റെ ആളുകളായിട്ടും സത്യനിഷേധികൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ, അവരാണല്ലോ എപ്പോഴും ഒരു മേൽക്കോയ്മ. മുസ്ലിങ്ങൾ ഒരു അധസ്ഥിത വിഭാഗത്തെ പോലെ സമൂഹത്തിൽ ഒറ്റപ്പെടുകയാണ്. ഒരിക്കലും അള്ളാന്റെ ദീന് അത് അധപതിക്കുകയില്ല, അത് നശിക്കില്ല. ദീൻ അതിനെന്നും ഉയർച്ചയാണ്, ഈ ആദർശത്തിനെന്നും ഉയർച്ചയാണ്. എന്നാൽ ആളുകളായ നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് കേൾക്കുന്ന ചില മുറിവുകളാണ്. തെറ്റുകൾ തിരുത്തേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ വിശ്വാസി സമൂഹങ്ങൾ തിരുത്തണം. ശരിയായ ദീനിലേക്ക്, ആദർശത്തിലേക്ക് മുസ്ലിം സമൂഹം മടങ്ങണം. അപ്പോൾ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ദീനിന് ഉയർച്ച കിട്ടിയതുപോലെ ആളുകൾക്കും, ആ ദീനിന്റെ വക്താക്കൾക്കും ഉയർച്ച കിട്ടി. കാഫിര്യങ്ങളുടെ അവരുടെ ഉയർച്ചയും സ്വാധീനവും അധികാരവും നമ്മൾ വഞ്ചിക്കപ്പെടേണ്ടതില്ല. വലിയൊരു ആശ്വാസത്തിന്റെ വചനമുണ്ട്. പിന്നെ ഹദീസ് കാണാം, അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. ഈ ഇഹലോകം, ദുനിയാവ് എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസിക്ക് ഒരു തടവറയാണ്, കാരാഗ്രഹം. എന്നാൽ കാഫിറിന്റെ സ്വർഗവുമാണ്. എങ്ങനെയാണ് നമുക്ക് തടവറ? നമുക്ക് എല്ലാം തിന്നാൻ പറ്റില്ല, നമുക്ക് എങ്ങനെയും സമ്പാദിക്കാൻ പറ്റില്ല. ഏതൊരു വ്യക്തിയും എങ്ങനെ വേണം വിവാഹം കഴിക്കാതെ സമീപിക്കാൻ നമുക്ക് കഴിയില്ല. നമുക്ക് നിയമങ്ങളുണ്ട്, വ്യവസ്ഥകളുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ തടവറയാണ്. എന്നാലൊരു മുഅ്മിനിന്റെ ഖൽബ് സ്വർഗത്തിലാണ്. സത്യനിഷേധിയുടെ ശരീരം ദുനിയാവിന്റെ സ്വർഗത്തിലാണ്, അവന്റെ മനസ്സ് നരകത്തിലാണ്. കാരണം കുഫർ കൊണ്ടും അധർമ്മം കൊണ്ടും ഹൃദയം ഇരുട്ടിലാണ്, നരകത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുനിയ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. ദുനിയാവ് മുഅ്മിനിന്റെ തടവറയാണ്, അവിശ്വാസിക്ക് അതൊരു സ്വർഗമാണ്. അപ്പൊ എങ്ങനെയാണ് അവിശ്വാസികളിൽ ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നവരുണ്ടാക്കുക അല്ലേ? അവിശ്വാസിയാണ്, സത്യനിഷേധിയാണ്, പക്ഷേ ധനമില്ല, രോഗം കൊണ്ട് വലയുന്നവർ, അധപതനത്തിൽ ജീവിക്കുന്നവർ, പിന്നോക്കം നിൽക്കുന്ന ആളുകളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പൊ അവരെങ്ങനെ സ്വർഗത്തിലാവുന്ന ചിന്തിക്കുന്നവരും പണ്ഡിതന്മാർ പറഞ്ഞെന്ന് പറയും, അവൻ മരിച്ച അള്ളാന്റെ കോടതിയിൽ പോകുമ്പോൾ അവർ മനസ്സിലാകും ദുനിയാവായാലും മോഹയം. ദുനിയാവില് 50-60 കൊല്ലം രോഗം പിടിച്ച് ജീവിച്ചു, പരമദരിദ്രനായി ജീവിച്ചു എന്ന് വിചാരിക്കും. പക്ഷെ കാഫിറാണ്, അള്ളാഹ് വിശ്വസിച്ചിട്ടില്ല, പരലോകത്തിൽ വിശ്വസിച്ചിട്ടില്ല. അവൻ എങ്ങനെ ദുനിയാവ് സ്വർഗാവുക? പരലോകത്തിന് നരകഭൂമി കാണുമ്പോൾ ആ നരകത്തിന് അപേക്ഷിച്ച് ദുനിയാവായിരുന്നു നമ്മുടെ കാര്യം. അപ്പോഴാണ് മനസ്സിലാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ജന്നത്തുൽ കാഫിർ, ദുനിയാവ് അവിശ്വാസിയുടെ സ്വർഗമാണ്. അതുകൊണ്ട് നമുക്കൊരു ആശ്വാസ വചനമാണ്. സത്യനിഷേധികൾ എത്ര തന്ത്രം പയറ്റിയാലും അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചത് വമാ കൈദുൽ കാഫിരീന ഇല്ലാ ഫീ ദലാൽ. അവിശ്വാസികളുടെ തന്ത്രങ്ങൾ എല്ലാം പിഴവിലാണ്, അവസാനം അത് പിഴവിലാക്കും. നമ്മുടെ സൂറത്തുൽ ഫീൽ അല്ലാഹു തആല പറഞ്ഞത്, അള്ളാഹുവിന്റെ കഅബാലയത്തെ തകർക്കാൻ വേണ്ടി അബർഹത്ത് എന്ന യമനിലെ ഒരു സ്വേച്ഛാധിപതി വലിയൊരു ആനപ്പടയൊരുക്കി വന്നു. ചരിത്രങ്ങൾക്കൊക്കെ അറിയാം.
അല്ലാഹു തആല അവന്റെ ഭവനത്തെ സംരക്ഷിച്ചു നിർത്തി. അവന്റെ തന്ത്രത്തെ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ, അവരുടെ തന്ത്രത്തെ പിഴവിലാക്കിയത്. ഇപ്പൊ അങ്ങനെ തകർത്ത് പിന്നെ അറബികളെ ഉന്മൂലനം ചെയ്ത് ആ കഅബയെ നിരപ്പാക്കി അവർക്ക് ആധിപത്യം നേടാമെന്ന് വിചാരിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. അല്ലാഹു തആലയുടെ സംരക്ഷണം അവിടെ ഉണ്ടായി. വീണ്ടും ഖുർആനിൽ ഒരു തത്വം കാണും. ആ തത്വമായിട്ട് പണ്ഡിതന്മാരുടെ ഖാഇദ വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബിഅഹ്ലിഹി, കുതന്ത്രം അതിന്റെ ആളുകൾക്ക് തിരിച്ചടിക്കും. ആര് കുതന്ത്രം പയറ്റുന്നോ ആ കുതന്ത്രം അതിന്റെ ആളുകൾക്ക് തിരിച്ചടിയാണ്. ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നവർ, അവർക്കെതിരിൽ കായികമായും തന്ത്രപരമായും കുതന്ത്രം മെനയുന്ന ആളുകൾ, അവരെ പരാജയപ്പെടുത്താൻ, ഒറ്റപ്പെടുത്താൻ, ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നവർ. ദീർഘകാലമായി ഫലസ്തീനിലെ ജനതകൾ അനുഭവിക്കുന്ന ഒരുപാട് നീറുന്ന വേദനകൾ അന്ന് ഒരിക്കലും ശാശ്വതമല്ല. അല്ലാഹു തആല പറഞ്ഞു വലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ് മതാഉൻ ഖലീൽ വമഅവാഹും ജഹന്നം. അവിശ്വാസികൾ ദുനിയാവിൽ അധികാരമിടുന്നതും അവരുടെ സൗകര്യങ്ങളും പിന്നെ അവരുടെ അധികാരവും പണവും കൊഴുപ്പൊന്നും കണ്ട് വഞ്ചിക്കപ്പെടേണ്ട. മതാഉൻ ഖലീൽ, ഒരല്പം ദുനിയാവിലെ അല്പം വിഭവമാണ്. തുമ്മ മഅവാഹും ജഹന്നം, ഇനി അവരെ കാത്തിരിക്കുന്നത് നരകമാണ്. ഇത് മുഅ്മിനീങ്ങൾക്ക് ബോധം വേണം. നമ്മൾ അതിൽ വഞ്ചിതരാകേണ്ടതില്ല. തന്ത്രങ്ങൾ അവർക്ക് തന്നെ വരും. അല്ലാഹു തആല തന്ത്രങ്ങൾ, അവിശ്വാസികളുടെ തന്ത്രത്തെ കുറിച്ച് പറഞ്ഞതെന്നറിയോ? അവർ തന്ത്രം പയറ്റുകൊണ്ട് ഈ ദുനിയാവൊന്നും നശിച്ചു പോകാൻ പോകുന്നില്ല. ഇവിടെയുള്ള മലകളൊന്നും ഇളകി പോകാൻ പോകുന്നില്ല. അതവിടെ തന്നെ ഇരിക്കുന്നു. അല്ലാഹു തആല പറഞ്ഞു വഖദ് മക്കറൂ മക്റഹും വഇദല്ലാഹി മക്റുഹും, അവർ പല തന്ത്രങ്ങളും പയറ്റി. അവരുടെ തന്ത്രമൊക്കെ അള്ളാഹുവിന്റെ അധീനതയിലാണ്, കൈപ്പിടിയിലാണ്. അവരുടെ മക്കൾ കൊണ്ട് ഇവിടെ നിന്ന് മലകളൊന്നും ഇറങ്ങി പോകാൻ പോണില്ല. അവർ തന്ത്രം കാണിച്ചുകൊണ്ട് അത് അവിടെ തന്നെ ഇരിക്കും. ഈ ആകാശവും ഭൂമിയിൽ നിന്ന് ഇടിഞ്ഞു വീഴാൻ പോണില്ല എന്ന് അത് നമുക്ക് ബോധമുണ്ടാവുക. അല്ലാഹു തആല പറഞ്ഞു വലാ തഹ്സബന്ന അല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ, അക്രമകാരികൾ പ്രവർത്തിക്കുന്നതിൽ അല്ലാഹു അശ്രദ്ധനാണെന്ന് വിചാരിക്കേണ്ടതില്ല. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹി അബ്സാർ, കണ്ണുകൾ അഞ്ചിപ്പോകുന്ന ഭീമമായ ഒരു ദിവസത്തിന് വേണ്ടി അവർ മാറ്റിത്തരാം, അല്പം മാറ്റിത്തരാം. അതുകൊണ്ട് പല രൂപത്തിൽ വരും. നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. പൗരത്വം ഇല്ലാതാക്കി കളയും പറയും, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ സ്വത്തുവകകളെ വഖഫ് നിയമം പോലുള്ളത് കൊണ്ടുവന്ന് ഒരുമിച്ചങ്ങ് പാസാക്കി നമ്മളങ്ങ് വേദനിപ്പിക്കാൻ, ഉപദ്രവിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കും. നമുക്കതിനൊക്കെ ഒരു നിലപാടുണ്ടാകണം, സ്വതന്ത്രുണ്ടാകണം, നമ്മുടെ തെറ്റുകൾ തിരുത്തണം. അവിശ്വാസികളുടെ ചരിത്രാവർത്തനം തന്നെയാണ് ഇത്. മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള കുതന്ത്രങ്ങൾ പല രൂപത്തിൽ അവർ പയറ്റും. അതിന്റെ തനിയാവർത്തനം തന്നെയാണ്. അതിനൊരു സ്ഥിരത ഉണ്ടാകില്ല. അവർക്ക് തന്നെ തിരിച്ചടി ഉണ്ടാകും, അവർക്ക് തന്നെ അത് നാശവും നഷ്ടവും ഉണ്ടാകും എന്ന ഒരു ബോധം നമുക്കെല്ലാം ഉണ്ടാകണം. അവരുടെ കൂടെ ഐക്യപ്പെടുന്നവരും അതിനെ പിന്തുണച്ച ആളുകൾക്കൊക്കെ അവർക്ക് തന്നെ വിലയായിത്തീരുന്ന ഒരു ദിവസമുണ്ട്. അത് വരും. അത് ദുനിയാവിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലത്തും അവിശ്വാസികൾക്കൊന്നും അല്ലാഹു തആല അവരെ അടിച്ചുവിടില്ല. അത് അല്ലാഹുവിന്റെ സുന്നത്താണ്. കുറച്ചു കാലം പോകും. അതിന് ഒരുപാട് ചരിത്രത്തിൽ തെളിവുകളുണ്ട്, ഒരുപാട് തെളിവുകളുണ്ട്. എല്ലാ കാലം അങ്ങനെ പോകുകയൊന്നുമില്ല. 19 കൊല്ലം സിറിയയിൽ മുസ്ലിം ജനതകളെ പീഡിപ്പിച്ച വിഭാഗമായിരുന്നു അവിടുത്തെ നുസൈരിയ വിഭാഗം. അല്ലാഹു അവരുടെ അധികാരത്തിലെടുത്ത് മാറ്റിയില്ല. അള്ളാന്റെ സുന്നത്താണ്. എല്ലാ കാലത്തൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ലക്ഷക്കണക്കിന് സുന്നി മുസ്ലിങ്ങളെ അരുംകൊല ചെയ്ത, കിരാതമായി വധിച്ചു കളഞ്ഞ മുസൈരി ഭരണകൂടം ഹാഫിദ് അസദിന്റെയും ബഷാർ അസദിന്റെയും 19 വർഷക്കാലം ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ദുനിയാവ് പറഞ്ഞ കുറച്ച് തന്നെ അവരുടെ അധികാരം പോയി. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പലരും അവന്റെ ചര്യകളും സുന്നത്തുകളും നടപ്പിലാക്കും. അവർ പ്രതീക്ഷ നമ്മളുണ്ടാകുക. നമ്മൾ ഈമാനും അല്ലാഹുവിനുള്ള തവക്കുലും മുറുകെ പിടിക്കുക. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ തവക്കുലാക്കേണ്ട കാര്യം, നമ്മുടെ ബലമേൽപ്പനും അല്ലാഹുവിലായിരിക്കണം. നമുക്ക് ഉറച്ച ബലമേൽപ്പൻ അവിടെ റബ്ബിലാണ് നമ്മുടെ പ്രതീക്ഷ ഉണ്ടാകുന്നത്. ഈ പാർട്ടി വന്നാൽ വരുന്ന മതി, ഇവിടെ എല്ലാം ഉഷാറാക്കി മുസ്ലിങ്ങളുടെ അധികാരം കിട്ടും, അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം പൂർണ്ണമായി കിട്ടും. ഇങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ ബലമേൽപ്പനം അല്ലാഹുവിനാണ്. അവിശ്വാസികൾ എപ്പോഴാണ് കാര്യവാരിക കൂടുമാറുന്നത് നമുക്കറിയാല്ലേ. ഇത് അവരുടെ സ്വഭാവമാണ്, അവിശ്വാസത്തിന്റെ ഗുണമാണ്. അതുകൊണ്ട് നമ്മുടെ ബലമേൽപ്പനും പ്രതീക്ഷയും റബ്ബിലേക്ക് വിടുക, അതിൽ ഉറച്ച് നമ്മൾ നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ.
എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഈ ഉമ്മത്തിന് അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. ശവ്വാലിൽ 6 നോമ്പ് സുന്നത്തുണ്ട്, നമുക്കറിയാം. അത് തുടർച്ചയായി തന്നെ പിടിക്കണം നിർബന്ധം നമ്മുടെ കാര്യമല്ല. പെരുന്നാൾ കഴിഞ്ഞ് 2 മുതൽ 7 വരെ എടുത്താൽ പ്രത്യേക എന്തെങ്കിലും പ്രതിഫലമുണ്ടോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചൊരു പ്രതിഫലമൊന്നുമില്ല. ശവ്വാലിന്റെ അവസാനത്തെ 6 ദിവസം എടുത്താലും 2 മുതൽ 7 വരെ എടുത്താലും ഒരേ പ്രതിഫലം തന്നെയാണ്. ഇന്ന് ചില പണ്ഡിതന്മാർ അതിനെ പ്രോത്സാഹിപ്പിച്ചത് നോമ്പെടുത്ത് തുടർന്ന് വന്ന ആളുകൾക്ക് ഇനി വൈകിപ്പിച്ചാൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വന്ന ഒരു ഒഴുക്കില് നോമ്പെടുത്താൽ അവർക്കത് ചിലപ്പോൾ അങ്ങനെ എടുത്ത് പോകാൻ കഴിയും. ചിലപ്പോൾ വൈകിപ്പിച്ചാൽ ഒരു മടിയും മനസ്സൊന്നും വരാൻ സാധ്യത. അങ്ങനെയെങ്കിൽ അവർക്ക് അതാണ് നല്ലത്, നേരത്തെ പിടിക്കണം. അല്ലാത്ത പക്ഷം ശവ്വാൽ വിട്ടോ ഒരുമിച്ച് തുടർച്ചയായിട്ട് പിടിക്കാം. അത് ആദ്യഘട്ടത്തിൽ പിടിക്കുന്നവർക്ക് അവസാന ഘട്ടത്തിൽ പിടിച്ചവരെക്കാൾ പ്രത്യേക പ്രതിഫലമൊന്നും ഹദീസിൽ വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ثم أتبعه 6 من شوال. റമദാനിൽ നോമ്പെടുത്തിട്ട് ശേഷം ശവ്വാലിൽ നിന്ന് 6 നോമ്പെടുത്താൽ മതി. എങ്കിലാണ് കാലം മുഴുവൻ നോമ്പെടുത്തവനെ പറയാം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പ് ഒഴിവാക്കാതിരിക്കാൻ 6 നോമ്പ് നമ്മളെടുത്ത് പൂർത്തീകരിക്കുക. കാലം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു മാപ്പാക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നിർവഹിക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൊണ്ടുപോകാനാകട്ടെ. ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ അല്ലാഹു തആല പിഴവിലാകുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور